ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു +1 ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള നവമി ഷിയാബ്നയുടെ പോം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അബൌട്ട് എ പോം എന്നുള്ളത്. സോ എങ്ങനെ വേണം ഒരു കൃത്യമായിട്ടുള്ള ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. അപ്പം സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. So today we'll be covering critical appreciation and the 5-paragraph structure along with a full model answer. ഓക്കെ, ഇപ്പൊ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എങ്ങനെ നമുക്കൊരു 5 പാരഗ്രാഫ് സ്ട്രക്ചറിൽ എഴുതി തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ ഒരു ഫുൾ മോഡൽ ആൻസർ കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ ലാസ്റ്റ് വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു തുടങ്ങാം. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ മീൻസ് റൈറ്റിംഗ് എ തോട്ട്ഫുൾ അനാലിറ്റിക്കൽ റെസ്പോൺസ് ടു എ പോം. ഓക്കെ, അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പോം നമ്മൾ വായിക്കുന്നു. ആ പോം വായിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിറ്റിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് ആ ഒരു പോമിന് കൊടുക്കുന്നു. ഇതിനെയാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ദ പോയറ്റ് ക്രിയേറ്റ്സ് മീനിങ് ആൻഡ് സ്റ്റിrs ഇമോഷൻ, കമ്പൈനിങ് കെയർഫുൾ അനാലിസിസ്, എവിഡൻസ് ഫ്രം ദ ടെക്സ്റ്റ് ആൻഡ് യുവർ ഓൺ പേഴ്സണൽ ഇൻസൈറ്റ്, ഓൾ റിട്ടൺ ഇൻ എ ബാലൻസ്ഡ് ഒബ്ജക്റ്റീവ് ടോൺ. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു പോയറ്റ് എങ്ങനെയാണ് ആ പോമിലൂടെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? ആ പോം വായിക്കുന്ന ആളുകളിൽ ഇമോഷൻസ് ഉണ്ടാക്കുന്നത്, അത് വളരെ കൃത്യമായി വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട്, പോം അനലൈസ് ചെയ്തുകൊണ്ട്, ടെക്സ്റ്റിൽ നിന്നുള്ള എവിഡൻസസ് എടുത്തുകൊണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കൂടി ആഡ് ചെയ്തുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോണിൽ പ്രസന്റ് ചെയ്യുന്ന ഒന്നാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു പോമിനെ സംബന്ധിച്ചിടത്തോളവും ആ പോം വായിച്ചു കഴിഞ്ഞ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രീതിക്ക് അനലൈസ് ചെയ്ത് തങ്ങളുടെ സ്വന്തം പേഴ്സണൽ ഇൻസൈറ്റ്സ് കൂടി മിക്സപ്പ് ചെയ്തുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോണിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എസൻസ് കൃത്യമായിട്ട് അത് റീഡേഴ്സിലോട്ട് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. സോ 5 പാരഗ്രാഫ്സ് ആണ് സാധാരണ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷന് ഉണ്ടാവാറുള്ളത്. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം അവിടെ പോയറ്റിന്റെ പേര് വേണം, ഏത് പോം ആണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ആ പോം ഏതു തരത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പോമാണോ, അതോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പോമാണോ, അതോ ലിറിക്കൽ ആയിട്ടുള്ള ഒരു പോമാണോ, അതോ ഡൈഡാക്റ്റിക് ആണോ, ഓക്കെ, നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ടീച്ച് ചെയ്യുന്ന, ഓക്കെ, നമുക്കൊരു മോറൽ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള പോമാണോ, അപ്പൊ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള പോമാണ് എന്നുള്ളതും നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതുപോലെ വാട്ട് ഇസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോം, പോമിന്റെ സെൻട്രൽ തീം എന്താണ് എന്നുള്ളതും നമ്മൾ അവിടെ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ പാരഗ്രാഫ് 1 എന്തൊക്കെ വേണം? ഇൻട്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഉറപ്പായിട്ടും പോയറ്റിന്റെ പേരും പോമിന്റെ പേരും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യും. അതുപോലെ ഏത് തരത്തിലുള്ള പോമാണ് എന്നുള്ളത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യും. അത് ഫിലോസഫിക്കൽ ആണോ, റിഫ്ലക്റ്റീവ് ആണോ, ലിറിക്കൽ ആണോ, ഡിഡാക്റ്റിക് ആണോ, ഓക്കെ. അതുപോലെ പോമിന്റെ സെൻട്രൽ തീമും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതായിരിക്കും ഇൻട്രൊഡക്ഷൻ എന്നുള്ള പാർട്ടിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷനിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി പാരഗ്രാഫ് 2 പോകുന്നു. അവിടെ നമ്മൾ ഈ പോമിന്റെ സമ്മറിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ പോം വളരെ കൺസൈസ് ആയിട്ട്, വളരെ ചുരുക്കി, വളരെ ക്രിട്ടിക്കലായി സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആയിട്ട് മാറാനായിട്ട് പോകുന്നത്. ഒരുപാട് ലൈൻസിൽ എഴുതി പിടിപ്പിക്കേണ്ട ഒരു ഭാഗമല്ല പാരഗ്രാഫ് 2 എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ജസ്റ്റ് എ പാരഗ്രാഫ്, അല്ലെ? അപ്പൊ വളരെ കൺസൈസ് ആയിട്ട്, വളരെ ബ്രീഫ് ആയിട്ട്, ഓക്കെ, അപ് ടു ദ പോയിന്റ് എന്നുള്ള രീതിക്ക് നമ്മൾ പോം സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ ചെയ്യേണ്ടത്. ആൻഡ് വി നീഡ് ടു ഹൈലൈറ്റ് ഹൗ ദ ഐഡിയാസ് പ്രോഗ്രസ് ത്രൂ ദ പോം. ഓക്കെ, പോമിൽ ഓരോ ഐഡിയാസും എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെയാണ് ആ കണക്ഷൻസ് വരുന്നത്, തോട്ട്സ് എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ പാരഗ്രാഫിൽ വരുന്ന സമ്മറി നമ്മൾ മനസ്സിലാക്കി. ഇനിയോ മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ് വരുന്നത്? വി നീഡ് ടു സ്പീക്ക് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ പോം. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഓഫ് ദ പോം എന്ന് പറയുന്ന സമയത്ത് ഒരു പോം എഴുതുമ്പം അതിൽ നിരവധി പൊയറ്റിക് ഡിവൈസസ് കാണും അല്ലെ. അതിൽ റൈം ഉണ്ടാവും, അല്ലെങ്കിൽ റൈം സ്കീം ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രീ വേഴ്സ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ അതിനൊരു വിഷ്വൽ ലേഔട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ ആണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് 3, ഓക്കെ, തേർഡ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പൊയറ്റിക് ഡിവൈസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അല്ലെ. പൊയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്ന സമയത്ത് സിമിലി, മെറ്റഫർ പോലെയുള്ള പൊയറ്റിക് ഡിവൈസസ് ഏതെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യും, നമ്മൾ അത് അവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അതിൽ വരുന്ന റൈമും റിത്തമും, ഓക്കെ, റൈം സ്കീം ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത്, ഓക്കെ, റിത്തമിക് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നോട്ട് ചെയ്യും. അതുപോലെ വിഷ്വൽ ലേഔട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അവിടെ എക്സാമിൻ ചെയ്യും. ഓക്കെ, വിഷ്വൽ ലേഔട്ട് എന്ന് പറയുന്ന സമയത്ത് ഇമേജറീസ് അതിൽ വരുന്നുണ്ടോ, അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള സ്റ്റിമുലസ്, അതായത് നമുക്ക് നമ്മുടെ മനസ്സിലാ കാണുന്നത് ദൃശ്യാവിഷ്കാരം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ പാരഗ്രാഫിലോട്ട് പോകുന്നു. അവിടെ ഈ ഒരു പോമിന്റെ അനാലിസിസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു പോമിന്റെ ടോണും മൂഡും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ പോയിട്ട് ആ പോമിലൂടെ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പോമിനെ ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സിമിലർ ആയിട്ടുള്ള തീമിൽ വരുന്ന മറ്റേതെങ്കിലും പോംസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിക്കുള്ള ഭാഗം വരുന്നത് പാരഗ്രാഫ് 4ലാണ്. ഓക്കെ, അവിടെയാണ് നമുക്ക് മറ്റൊരു പോമുമായിട്ട് ഈ ഒരു പോമിനെ കമ്പയർ ചെയ്യാനായിട്ടും കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ടും ഉള്ള സ്കോപ്പ് വരുന്നത്. ഓക്കെ, സോ ഇഫ് പോസിബിൾ വി ക്യാൻ ഡു ദാറ്റ് ഇൻ പാരഗ്രാഫ് 4. ഓക്കെ, ആൻഡ് കംസ് പാരഗ്രാഫ് 5. അവിടെ നമ്മൾ കൺക്ലൂഷൻ ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ വ്യൂ പോയിന്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എവിടെയായിരിക്കണം? അത് പാരഗ്രാഫ് 5 ലാസ്റ്റ് പാരഗ്രാഫിലായിരിക്കണം. ഓക്കെ, അപ്പൊ കൺക്ലൂഷനിലാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ വ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻസൈറ്റ്സ് എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ 5 പാരഗ്രാഫ്സിന്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ സമ്മറൈസ് ചെയ്യുന്നു. മൂന്നാമത്തെ പാരഗ്രാഫിൽ ആ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നാലാമത്തെ പാരഗ്രാഫിൽ ഈ ഒരു പോമിന്റെ അനാലിസിസ് വരുന്നു. അഞ്ചാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് മനസ്സിലായി, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതണം എന്നുള്ളത് മനസ്സിലായി അല്ലെ. സോ നൗ ദാറ്റ് വി നോ ഓൾ 5 പാരഗ്രാഫ്സ്, ലെറ്റ് us see a complete model critical appreciation of so much happiness. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ 5 സെഗ്മെന്റ് ആയിട്ട് 5 പാരഗ്രാഫ്സ് ആയിട്ട് നമ്മൾ പഠിച്ച നവോമി ഷിയാപ്നിയുടെ ആ ഒരു സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള പോം എങ്ങനെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നടത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു പാരഗ്രാഫ് 1 ഇൻട്രൊഡക്ഷൻ ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. സോ മച്ച് ഹാപ്പിനെസ് ഇസ് എ റിഫ്ലക്റ്റീവ് philosophical poem by Palestinian American poet Naomi Shihab. Written in free verse, it explores the elusive nature of happiness compared to the more tangible nature of sorrow. Its central theme is true happiness cannot be possessed or controlled. It can only be welcomed and shared freely. കണ്ടോ? അപ്പൊ അവിടെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഏതാണ് പോം എന്ന് പറഞ്ഞു, ആരാണ് പോയറ്റ് എന്ന് പറഞ്ഞു അല്ലെ, അത് എങ്ങനെയുള്ള ഒരു പോം ആണെന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സെൻട്രൽ തീമും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്ന റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള പോമാണ്. പലസ്തീനിയൻ അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള നവോമി ഷിയാപ്നിയാണ് അത് എഴുതിയിട്ടുള്ളത്. ഫ്രീ വേഴ്സിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു ഹാപ്പിനെസിന്റെ എലൂസീവ് ആയിട്ടുള്ള നേച്ചർ അല്ലെ, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള നേച്ചർ, അത് സോറോയുടെ അല്ലെ സാഡ്നെസിന്റെ ആ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള നേച്ചറുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കമ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതുപോലെ ഈ ഒരു പോമിന്റെ സെൻട്രൽ തീം എന്താണ്? ട്രൂ ഹാപ്പിനെസ് നമുക്കൊരിക്കലും പൊസസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കില്ല അല്ലെ, അതിനെ വെൽക്കം ചെയ്യാനും അതുപോലെ ലൈക്ക് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ സെൻട്രൽ തീമായിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുത്തു.
ഓക്കെ, ഇനി നമ്മൾ പാരഗ്രാഫ് 2 പോകുന്നു. അവിടെ സമ്മറി ആണ് പറഞ്ഞത് അല്ലേ. സോ നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്യാം ഈ ഒരു പോം നോക്കാം. ദ പോം കോൺട്രാസ്റ്റ് സാഡ്നെസ് ഓർ എ വൂണ്ട് ടു ടെൻഡ് വിത്ത് ഹാപ്പിനെസ് വിച്ച് ഫ്ലോട്ട്സ് ആൻഡ് നീഡ്സ് നത്തിങ് ഫ്രം അസ് അല്ലേ. അപ്പൊ അവിടെ ആ ഒരു പോമിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത്, സാഡ്നെസ്സിനെ ഹാപ്പിനെസ്സുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. സാഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എ വൂണ്ട് ടു ടെൻഡ് ഓർ ടേക്ക് കെയർ ഓഫ് അല്ലെ. വേറസ് ഹാപ്പിനെസ് എന്ന് പറയുന്നതോ ഇറ്റ് ഫ്ലോട്ട്സ് അല്ലെ, ഇറ്റ് ഇസ് ഫ്രീ ആൻഡ് ഇറ്റ് നീഡ്സ് നത്തിങ് ഫ്രം അസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ഈവൻ ആൻ അൺവാണ്ടഡ് ചേഞ്ച് ഇൻ സർക്യൂംസ്റ്റാൻസസ് cannot reduce true happiness since ordinary things like a swept floor or ready to swept floor or scratched records hold their own quiet joy അല്ലെ. ഈ പോമിൽ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അതായത് നമ്മുടെ സർക്യൂംസ്റ്റൻസസ് മാറിക്കഴിഞ്ഞാലും അല്ലെ, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂംസ്റ്റാൻസിലോട്ട് പോകുമ്പോഴും ട്രൂ ഹാപ്പിനെസ് ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല അല്ലെ, അത് അതുപടി നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, വൈ? ബിക്കോസ് ഓർഡിനറി തിങ്സ് ആയിട്ടുള്ള അല്ലെ, ആ ഒരു ഈവൻ ലൈക്ക് റെഡി ടു സ്വെപ്റ്റ് ഫ്ലോർ ആയിക്കോട്ടെ, സ്ക്രാച്ച് റെക്കോർഡ്സ് ആയിക്കോട്ടെ, അതിലൊക്കെ ഒരു ഹിഡൻ ബ്യൂട്ടി അല്ലെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഒരു ക്വൈറ്റ് ജോയ് നമ്മുടെ ലൈഫിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അല്ലെ. So the idea builds until happiness, too large to contain, simply flows out of us into everything we touch. അല്ലെ. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എനോമസ് അല്ലെ, ഇറ്റ് ഇസ് ടു ലാർജ്. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും പൊസസ് ചെയ്യാനായിട്ട് പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. പക്ഷെ നമ്മളുടെ വാക്കുകളിലൂടെ, നമ്മളുടെ പ്രവർത്തികളിലൂടെ, നമ്മളുടെ ആക്ഷൻസ് അല്ലെ, ടച്ച്, ഇതിലൂടെയൊക്കെ ഇറ്റ് സിംപ്ലി ഫ്ലോസ് ഔട്ട്, ഇറ്റ് ഫ്ലോട്ട്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ പോമിനെ നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സമ്മറൈസ് ചെയ്തു ഇവിടെ. Isn't it? Right. നമുക്ക് പാരഗ്രാഫ് 3 പോവാം. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പോമിന്റെ സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞു അല്ലെ. സോ ദ പോം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് വിതൗട്ട് ഫിക്സ്ഡ് റൈം ഓർ റിതം, മിററിംഗ് ഹാപ്പിനെസ് അൺസ്ട്രക്ചേർഡ് സ്പോണ്ടേനിയസ് നേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പോം എഴുതിയിട്ടുള്ളത് ഫ്രീ വേഴ്സിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതിനൊരു ഫിക്സ്ഡ് റൈമോ റിതമോ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് എന്തുമായിട്ട് സിമിലർ ആയിട്ട് വരുന്നതാണ്, ഹാപ്പിനെസിന്റെ ആ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതിന്റെ സ്ട്രക്ചർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നൈ യൂസസ് വിവിഡ് ഇമേജറി ആൻഡ് പെർസോണിഫിക്കേഷൻ. ഹാപ്പിനെസ് ഫ്ലോട്ട്സ് ആൻഡ് ലാൻഡ്സ് സിംഗിങ്, ഗിവിംഗ് ആൻഡ് അബ്സ്ട്രാക്ട് ഇമോഷൻസ് ആർ ലിവിംഗ് പ്രസൻസ് അല്ലെ. അപ്പോൾ ഇവിടെ നവോമി ഷിയാബ്നെ റൈറ്റർ അവര് വിവിഡ് ആയിട്ടുള്ള ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്, പെർസോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഹാപ്പിനെസ്സിനെ ഒരു മേൽക്കൂരയിൽ പറന്നിറങ്ങി അല്ലെ പാടുന്ന ഒരു പക്ഷിയെ ഉപമിച്ചിട്ടുണ്ട്, പക്ഷിയെ പ്രതിബിംബിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ലൈക്ക് അത്തരത്തിലുള്ള വളരെ വിവിഡ് ആയിട്ടുള്ള ഇമേജറിയും പെർസോണിഫിക്കേഷനും ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു പോമിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ ഷോർട്ട് കോൺവെർസേഷണൽ ലൈൻസ് ക്രിയേറ്റ് എ ജെന്റിൽ ഫ്ലോയിങ് മെഡിറ്റേറ്റീവ് പേസ് അല്ലെ. ഇതിലെ ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ലൈൻസ് ആണ്, കോൺവെർസേഷണൽ ആയിട്ടുള്ള ലൈൻസ് ആണ് അല്ലെ. അപ്പൊ അത് ആക്ച്വലി ഈ ഒരു പോമിന് ജെന്റിൽ ആയിട്ടുള്ള ഫ്ലോയിങ് ആയിട്ടുള്ള മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള പേസ്, ആ ഒരു സ്പീഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പാരഗ്രാഫ് 3 നമ്മൾ ആ ഒരു പോം റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രക്ചർ ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇനി നമ്മൾ നേരെ പാരഗ്രാഫ് 4 പോകുന്നു. അവിടെ ഈ ഒരു പോമിന്റെ അനാലിസിസ് ആണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ ഇതിൽ വരുന്ന ടോൺ എങ്ങനെയുള്ളതാണ്, ദ ടോൺ ഇസ് കാം ആൻഡ് ജെന്റ്ലി ഫിലോസഫിക്കൽ അല്ലെ. വളരെ കാം ആയിട്ടുള്ള ജെന്റ്ലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടോൺ ആണ് ഈ പോമിൽ വരുന്നത്. So the mood shifts from quiet uncertainty to peaceful acceptance അല്ലെ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോമിന്റെ മൂഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സംവാട്ട് അൺസേർട്ടൻ അല്ലെ. അൺസേർട്ടൻ ആണ്, സാഡ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹാപ്പിനെസ്സിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് സംവാട്ട് അൺസേർട്ടൻ ആൻഡ് ഇറ്റ് ഇസ് മൂവിങ് ടു പീസ്ഫുൾ ആക്സെപ്റ്റൻസ് അല്ലെ. അതിന്റെ ആ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് എത്തുന്ന സമയത്ത്, ഫൈനൽ ലൈൻസിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു പീസ്ഫുൾ ആക്സെപ്റ്റൻസ് കാണാനായിട്ട് സാധിക്കും അല്ലെ. പീസ്ഫുൾ ആക്സെപ്റ്റൻസ് ദാറ്റ് we are not the creator of happiness alle, we are simply the vessels through which happiness floats from us alle. Yes, now the central message of this poem is happiness is not earned or owned, it flows through us and must be shared like the night sky shares the moon's light without owning it alle. അപ്പം നൈറ്റ് സ്കൈ എങ്ങനെയാണോ മൂണിന്റെ ആ ഒരു ലൈറ്റ് അല്ലെ, ചന്ദ്രപ്രഭ അല്ലെ, മൂണിന്റെ ലൈറ്റ് അത് സ്വയം ഓൺ ചെയ്യാതെ, പൊസസ് ചെയ്യാതെ, കൺട്രോൾ ചെയ്യാതെ റിഫ്ലക്ട് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്, അതുപോലെ ഹാപ്പിനെസ്സും നമുക്കൊരിക്കലും ഏൺ ചെയ്യാനോ ഓൺ ചെയ്യാനോ പറ്റാത്ത ഒന്നാണ്. ഇറ്റ് ഫ്ലോസ് ത്രൂ അസ് ആൻഡ് മസ്റ്റ് ബി ഷെയർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ,
സോ ദിസ് എക്കോസ് അതർ പോംസ് സെലിബ്രേറ്റിംഗ് സിമ്പിൾ എവറിഡേ ജോയ് അല്ലെ. അപ്പം മറ്റ് പോംസ് ദാറ്റ് സെലിബ്രേറ്റ് സിമ്പിൾ എവറിഡേ ജോയ് അല്ലെ. അപ്പൊ അതിന് സിമിലർ ആയിട്ട് വരുന്ന മറ്റൊരു പോമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള പോം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ റൈറ്റ്. ഇനി നമ്മൾ കൺക്ലൂഷനിലോട്ട് കടക്കുന്നു. പാരഗ്രാഫ് 5 എന്ന് പറയുന്ന കൺക്ലൂഷൻ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. സോ എങ്ങനെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം? സോ മച്ച് ഹാപ്പിനെസ് ഓഫേഴ്സ് എ ജെന്റിൽ പവർഫുൾ ലെസൺ അല്ലെ. ഈ സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു പോം നമുക്ക് വളരെ ജെന്റിൽ ആയിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ്, പാഠമാണ് പഠിപ്പിച്ചു തരുന്നത് അല്ലെ. എന്താണത്? ഹാപ്പിനെസ് ഇസ് മോസ്റ്റ് റിയൽ വെൻ വി സ്റ്റോപ്പ് ഗ്രാസ്പിംഗ് അറ്റ് ഇറ്റ് ആൻഡ് സിംപ്ലി ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ അസ് ഇൻ ടു ദ വേൾഡ് അല്ലെ. അതായത് ഹാപ്പിനെസ് എപ്പോഴാണ് ജെന്വിൻ ആവുന്നത്, റിയൽ ആവുന്നത്? നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ, പൊസസ് ചെയ്യാൻ ശ്രമിക്കാതെ, സിംപ്ലി അതിനെ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് അല്ലെ ഒഴുകാനായിട്ട് വിടുമ്പോഴാണ്, ഷെയർ ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് പറയുന്നത്. വെൻ വി ഷെയർ ഹാപ്പിനെസ് വിത്ത് അതേഴ്സ് ഇറ്റ് ബിക്കംസ് മോസ്റ്റ് റിയൽ എന്നുള്ളതാണ് പറയുന്നത്. Okay, so nice simple words and vivid images make this truth memorable, encouraging readers to release control and embrace happiness as a gift to be shared അല്ലെ. അപ്പം നേടെ ആ ഒരു സിമ്പിൾ വേർഡ്സും വിവിഡ് ഇമേജസും ഒക്കെ ഈ ഒരു ട്രൂത്ത് കുറച്ചുകൂടി മെമ്മറബിൾ ആക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് ദെർബൈ എൻകറേജിങ് റീഡേഴ്സ് ടു റിലീസ് കൺട്രോൾ ആൻഡ് എംബ്രേസ് ഹാപ്പിനെസ് ആസ് എ ഗിഫ്റ്റ് ടു ബി ഷെയർഡ് അല്ലെ. ഒരു ഗിഫ്റ്റ് ഷെയർ ചെയ്യപ്പെടാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക് ഹാപ്പിനെസ്സിനെ നമ്മൾ എംബ്രേസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നവമി ഷിയാബ്നി നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മളൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 പാരഗ്രാഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? This is how we are supposed to write a critical appreciation. Okay, right. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എങ്ങനെ 2 പോംസ് കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പഠിച്ച ഒരു പോമും അതുപോലെ പുതിയൊരു പോമും. അപ്പൊ ഇവ രണ്ടും എങ്ങനെ കമ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് +1 കൂട്ടുകാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാപ്പി ലേണിംഗ്.